നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മെറിനെ ഭർത്താവ് ഫിലിപ്പ് കാത്തുനിന്ന് കത്തികൊണ്ട് 17 തവണ കുത്തിയ സംഭവം പ്രവാസി ലോകം ഏറെ വേദനയോടെ കേട്ടതായിരുന്നു. അവസാനമായി കുഞ്ഞ് നോറയ്ക്ക് അമ്മയെ ഒരു നോക്ക് പോലും കാണാനാകാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് മെറിൻ ജോയുടെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കും. മൃതദേഹം എംബാം ചെയ്യാനാവാത്തതിനാലാണ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മൃതദേഹത്തിൽ ആഴത്തിലുള്ള നിരവധി മുറിവുകൾ ഉള്ളതിനാൽ തന്നെ എംബാം ചെയ്യാൻ സാധിക്കില്ലെന്ന ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. അതേസമയം പ്രതിയായ മെറിന്റെ ഭർത്താവ് ഫിലിപ്പ് മാത്യുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മെറിനെ സ്വന്തം ഭർത്താവ് ഫിലിപ്പ് കാത്തുനിന്ന് കത്തികൊണ്ട് 17 തവണ കുത്തുകയായിരുന്നു. കുത്തേറ്റ് വീണ മെറിന്റെ ദേഹത്തു കൂടെ ഫിലിപ്പ് കാർ കയറ്റിയിറക്കുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാകാം കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് ശേഷം ഒരു ഹോട്ടലിൽ മുറിയെടുത്ത ഫിലിപ്പ് ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. ഗാർഹിക പീഡനം സംബന്ധിച്ച് നേരത്തെ മെറിൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ കൊറോണയും ലോക്ക്ഡൌണും വഴിമുടക്കിയില്ലായിരുന്നുവെങ്കിൽ മെറിനൊപ്പം അമ്മ മേഴ്സിയും മകൾ നോറയും ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നേനെ. മേഴ്സിക്കും നോറയ്ക്കും ഏപ്രിൽ 30-ന് യാത്ര ചെയ്യാനായി മെറിൻ വിമാന ടിക്കറ്റും എടുത്തിരുന്നു. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്ര മുടങ്ങുകയായിരുന്നു. എന്നിട്ടും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാതെ നീട്ടിയെടുക്കുകയാണ് മെറിൻ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. സാഹചര്യം അനുകൂലമാകുന്നതിനനുസരിച്ച് ഇരുവരെയും US-ലെത്തിക്കാനായിരുന്നു ശ്രമം. 2 വയസ്സുള്ള മകളായ നോറയെ ഏറെ സ്നേഹിച്ചിരുന്നു മെറിൻ. കുത്തേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും മെറിൻ നോറയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.